ഇതിന്റെ മോളെ പൊത്തിപ്പിടിച്ച് കയറി വീഴാനാണോന്നൊന്നും ചോദിക്കല്ലേ കേട്ടോ. ചെറുതായിട്ടൊരു മാറാമ്പല കണ്ടു. അപ്പൊ അതൊന്ന് തട്ടാനായിട്ട് കയറിയതാണ് കേട്ടാ. താഴെ പോയിട്ട് ഇനി മാറാമ്പല തട്ടുന്നത് എടുത്തു വന്ന് തട്ടാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. പിന്നെ ആ ഇറയത്ത് ചെറുതായിട്ട് രണ്ട് സ്ഥലത്ത് മാറാമ്പല കണ്ടു. അപ്പൊ അതങ്ങ് കൈയോടെ തട്ടിയേക്കാന്ന് വിചാരിച്ചു. പിന്നെ അകത്തത്തെയൊക്കെ ഞാൻ കുറച്ചു ദിവസം മുമ്പ് തട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു ക്ലീനിങ്ങിലാണ്. ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് നമ്മുടെ അവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ക്ലീനിങ്ങിലാണ് കേട്ടാ. നമുക്ക് കിട്ടിയ സമയം നമ്മൾ വെറുതെ പാഴാക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതേ നമ്മള് ടെറസിന്റെ മുകളിൽ ആകെ ചപ്പ് കയറി കിടക്കാണ് കേട്ടാ. ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ ചുറ്റും മരങ്ങളാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ ഉള്ള എല്ലാം മുഴുവൻ നമ്മുടെ അവിടെ വന്ന് വീഴൂട്ടാ. മുറ്റത്തൊക്കെ നമ്മൾ എപ്പോഴും അടിച്ചു വാരെങ്കിലും ടെറസിന്റെ മുകളിൽ അങ്ങനെ അടിക്കല് കുറവാണ് കേട്ടാ. ഇന്നത്തെ ദിവസം മൊത്തം ക്ലീനിങ് ആണ് കേട്ടാ. നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ല. പിന്നെ നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോകണമില്ല. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ, അമ്മ എന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ദിവസം കൂടെ എന്തായാലും എങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടേലേ. ഒരു 2-3 ദിവസത്തെ കാര്യം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പതിവ് പോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളെ മറക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഇടണ്ടേ അല്ലേ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോയുടെ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ ഇപ്പൊ സമയമുള്ളൂ. ഒന്നാമതേ തിരക്ക്, പിന്നെ നമ്മൾ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് വീട് ആകെ മുഷിഞ്ഞ് കിടക്കാണ്. അപ്പൊ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. നമ്മളിത് മീനൊക്കെ മേടിച്ചിട്ടു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. മൊത്തത്തിലൊരു ഓട്ടത്തിലാണ് കേട്ടാ. മോളിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ബബ്ലൂസ് നാരങ്ങ കിട്ടി. അപ്പൊ നമുക്കതൊന്ന് മുറിക്കാന്ന് വിചാരിച്ചു ഞാൻ കട്ട് ചെയ്തപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞു അങ്ങനെയല്ല കട്ട് ചെയ്യുക, ബബ്ലൂസ് നാരങ്ങ ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് ഏട്ടൻ മേടിച്ചതേ കട്ട് ചെയ്യാണ് കേട്ടാ. അതിന്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു, തലയും വാലും. എന്നിട്ട് സെന്ററൊക്കെ ഇങ്ങനെ പൊളിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടാ. എനിക്കും അത്ഭുതമായി. ഞാൻ ഇതുവരെ ബബ്ലൂസ് നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനങ്ങോട്ട് പൊളിച്ച് തിന്നെ, അതാണ് നമ്മുടെ പരിപാടി. പക്ഷെ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടാ. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെ പൊളിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ആക്കിയത് കേട്ടാ. അങ്ങനെ ദേ പൊളിച്ച ഏട്ടൻ ഇങ്ങോട്ട് തന്നു കേട്ടാ. നല്ല അടിപൊളി ചോന്ന ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടാ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ അതേ നമ്മളത് കുറച്ചങ്ങോട്ട് പൊളിച്ച് തിന്നെയാണ് കേട്ടാ. ഒന്നാമത് തന്നെ നമ്മൾ വിശന്നിട്ടായിരിക്കണേ. അപ്പൊ ഇതും കൂടെ അങ്ങോട്ട് കിട്ടിയപ്പോ ഉണ്ടല്ലോ അതിന്റെ പകുതി മുക്കാലും ഞാൻ തന്നെ തിന്നു കേട്ടാ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരിക്കുമ്പോ പിന്നെ എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അത് തന്നെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേ അത് തീറ്റ കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടാ. മുറ്റത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഒന്ന് വെയിൽ ഒതുങ്ങിയിട്ട് നമ്മൾ മുറ്റത്തെ പണികൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരം ആയത് കേട്ടോ. സന്ധ്യ ആവാറായി. പറ്റുന്നിടത്തോളം ക്ലീൻ ചെയ്തെടുക്കണം. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ എത്ര സമയം ഉണ്ടായാലും മതിയാവില്ല കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കും തോന്നുന്നു വെറുതെ ഇരിക്കാനായിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ എത്ര പണിയെടുത്താലും എൻ്റെ പണി കഴിയൂല, സമയത്ത് തികയൂല.